ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇമ്മാനെ ഹെൽപ്പ് ചെയ്യാൻ പോവാണ്. അങ്ങനെയല്ല, ഇമ്മാനെ ഞാൻ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പോവാണ്. എന്നൊക്കെ ഞാനൊരു വീഡിയോ എടുത്തിട്ട് തരാം. അപ്പോൾ ഓർമ്മ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ നമ്മൾ ജീരകം ഇട്ടിട്ട് തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി അല്ല, മുളക്. ഇത് വഴറ്റിയിട്ട് ഇതിക്ക് പുളിവെള്ളം ഒഴിച്ച് അത് വറ്റിക്കാനാവുമ്പോഴത്തേനും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട്, എന്നിട്ട് അതിലേക്ക് മീനിട്ടിട്ട് ഇത് മൂടി വെച്ചിട്ടാണ്. ബാക്കി തുടങ്ങുമ്പോൾ അമ്മ വീഡിയോ എടുക്കാൻ പറഞ്ഞു. അതാണ് നമുക്ക് ആ സമയം കൊണ്ട് ബാക്കിയുള്ളവർ എന്താ ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. ഗൈസ് ബൈ. ഇവിടെ ഒരാൾ ടി വി എന്ന് കാണുന്നുണ്ട്, രണ്ടാൾക്കാരാണ് ഗൈസ് ടി വി എന്നാണ്. കിച്ചണൊക്കെ ആലങ്കോലാണ് ഞങ്ങൾ തോന്നിട്ടുള്ളൂ. സ്റ്റാൻഡിങ് തയ്യാർ. നമ്മുടെ ഹോം ടൂറൊക്കെ കണ്ടിട്ടുണ്ടാവും. ഹോം ടൂർ ഇട്ടിട്ടില്ലേ, അതിടാം. പിന്നെ നമ്മളെ ഹോം ടൂർ പറയുമ്പോൾ ഫുള്ളായിട്ട് ഇട്ടിട്ടില്ലല്ലോ, അത് ചെറിയ വീഡിയോ ഇട്ടുന്ന സമയത്തുള്ള വീഡിയോ ആയിരുന്നു. ഇപ്പം ഞങ്ങൾ വീട്ടിൽ ഇവിടെ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല ഗൈസ്. ലൈറ്റ് ഇട്ട ഫോട്ടോ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അത് കണ്ടിട്ടുണ്ടാവും, ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മായോ ഗൈസ്, കലിപ്പിലാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നമുക്ക് മീൻകറി ആയോന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ ഇങ്ങനെ വീഡിയോയിലൊക്കെ എടുക്കല്ലേ. അപ്പോൾ ഗൈസ് ഇവിടെ മീൻകറി നല്ല ചുട്ട് ഉണ്ട്. ഇവിടെ ദോശ, ഇവിടെ ചായ. ഇനി നമുക്ക് മാഗി വെക്കുന്നുണ്ട്. മാഗി എനിക്കും ഉമ്മാക്കും യശുക്കാണ്. ഇമ്മമ്മക്ക് മാഗി പറ്റില്ല, അത് കാരണം കൊണ്ടാണ്. നമുക്ക് നമ്മുടെ റൂമിൽ പോവായോ. വേണമെങ്കിൽ ഇതൊരു നെറ്റത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. നമുക്ക് ആ ഒരു സമയം കൊണ്ട് ഇവിടെ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. എന്നാലാണ് നമുക്ക് ഈ ഒരു റൂം ഒരു പിൻട്രസ്റ്റി ലുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒതുക്കി വെക്കാം. ഇത് ഫുൾ എൻ്റെ ക്രോഷ്യ ചെയ്യണതാണ്. ഈ ക്രോഷ്യ പറഞ്ഞാൽ ഞാൻ പകുതിയൊക്കെ ചെയ്ത് തീർത്ത്. ക്രോഷ്യാണ് കുറച്ചാളുള്ളൂ കേട്ടോ. ഇത് 2 ബാക്കി എൻ്റെ ബാഗിലാണ്. പിന്നെ ഇത് ഞാനൊരു വലുതുണ്ടാക്കിയതാണ്. ശരിക്കും ഞാൻ ആദ്യം വിചാരിച്ച ചാർജറിന് ചുറ്റാണോ, പിന്നെ ഞാൻ മനസ്സിലാക്കി ചാർജറിനെ നമ്മൾ കോർത്തിട്ട് പോകുന്നുണ്ട്. ഫുള്ള വേസ്റ്റ്. ഇതൊരു നെയ്സ് ലേക്കാണ് ഗൈസ്. ഇതൊക്കെ നമുക്ക് വെച്ച് വെക്കാം, ആവശ്യം വന്നാലേ പറയാൻ പറ്റില്ല. എൻ്റെ റോസ് ഗോൾഡിൻ്റെ മലൻ്റെ കല്യാണത്തിന് പോയപ്പോൾ ഈ ഒരു ബ്ലാക്ക് പോർഷൻ പൊട്ടി ഗൈസ്. ഞാനും തന്നു. ഇത് ഞാൻ ഒരു പേപ്പറിൽ ഈ കൊമ്പല്ല, ഇത് പെയിൻറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ 2 കൊമ്പാക്കി ഒട്ടിച്ചിട്ട് ഒരു പൂച്ചനെ വരക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടാൻ നോക്കാം. ഇതൊന്നും ചെയ്യാൻ സമയമില്ല. പിന്നെ ഇതിൻ്റെ ഹുക്കാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഹുക്ക് ബാഗിലാണ്. ഈ ഹുക്കായിട്ട് ഞാൻ ചെയ്യാറില്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ ഹുക്കായിട്ടാണ് ഞാൻ ചെയ്യാറ്. ഈ ഒരു പിങ്ക് മാത്രമാണ് ഇവിടെ യേശയുടെ വാട്ടർപോട്ട്. പിന്നെ എൻ്റെ വേസ്റ്റ് പാത്രം മീൻസ് ഡെസ്ക് പിൻ, അങ്ങനെയല്ല എന്താ പറയാൻ എനിക്കറിയില്ല. പിന്നെ എൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ട്, അതും ഓർമ്മയില്ല. ഇവിടെ പിങ്ക് എൻ്റെ ബെഡ്ഷീറ്റിൻ്റെ തലയാണ് കവർ. ഓരോന്നും ഓരോ കവറാണ്. ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഫുൾ ഒതുക്കി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇവിടെ ഫുൾ അങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട് ഗൈസ് ഈ ഒരു സമയം കൊണ്ട്. അപ്പം നമുക്ക് മീൻകറി പോവാം. അതാ വരുന്നു ഗൈസ്. ഇപ്പോൾ നമ്മൾ തേങ്ങയുടെ ചട്ടിനി ഉണ്ടാവും. തേങ്ങ അരച്ചതാണ്. എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല.
ഞാൻ ശരിക്കും ഇവിടെ വെച്ചെടുക്കേണ്ടതാണ്. ബട്ട് ഈ ഒരു ചൂട് വരുന്ന കാരണം ഫോണിൻ്റെ ടെമ്പറേച്ചർ കൂടും. തേങ്ങ അരച്ച മീൻ കറി ഇമ്മയുടെ സ്പെഷ്യലാണ്. നല്ല ടേസ്റ്റാണ് ഗൈസ്. ഇവിടെ ഈ ഒരു സംഭവമുള്ള കാരണം കൊണ്ടാണ് ഈ ശബ്ദം കേൾക്കുന്നത്. ഇതെന്താ? ചിമ്മിനി ഐസ്. കഴിഞ്ഞു. പണി കളിപ്പിച്ചതല്ല. എന്താ കൈ പൊള്ളിക്കല്ലേ. ഉപ്പ് എരിവ് എല്ലാ എരിവ് കൂടുതലാണ്. നമ്മളിടണ എരിവല്ല, കുറച്ച് കൂടുതലാണ്. പക്ഷെ ഇത് ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വെടിക്കേണ്ട സമയത്ത് ആറ്റൂരിന്ന് വാങ്ങിയ പാത്രമല്ലമ്മ ആ മറ്റേ ഫുള്ള് ചെടി ഇങ്ങനത്തെ ചട്ടിയോട് വെച്ചിട്ട്. ശരിക്കും ഇതിൻ്റെ കളർ ഇതല്ല. ദോശ കഴിഞ്ഞു. ഇപ്പം മീൻകറിയുടെ സ്പെഷ്യൽ ഇത്രയേ ഉള്ളൂ അല്ലേ? നമുക്ക് ഇനി അങ്ങോട്ട് ഇറങ്ങാം. കഴിഞ്ഞില്ലേ? കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ക്യാമറ ഒന്നും നേരെ പിടിക്കാൻ പറ്റില്ല. കരിവേപ്പില മിക്സ് മിക്സ് മിക്സ്. തണ്ടൊക്കെ ഇടുമോ? മൂടി വെക്കണം. ഇനി നമുക്ക് ഗൈസിൻ്റെ കപ്പാണ് ഗൈസ്. ഷെർവേഡിന് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ.